ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു പർപ്പിൾ തീമിലുള്ള ജനറൽ സർപ്രൈസ് ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രിഡ് ലൈൻസ് ആയിട്ടാണ്. ഞാൻ 4 പാറ്റേൺ പേപ്പേഴ്സാണ് മൊത്തത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു A4 4 പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് സെക്കൻഡ് വൺ ഈ ഒരു വാട്ടർ കളർ വെച്ചിട്ടുള്ളതാണ്. ഞാനിതിൽ കൂടുതലും വാട്ടർ കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓൺലി യൂസ് വാട്ടർ കളറിന് ഞാൻ കൊടുത്തത് കേട്ടോ. 99% വാട്ടർ കളറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കുറച്ച് പേർപ്പിൾസൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഫുൾ ഓഫ് മിക്സഡ് കളേഴ്സ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് ഞാനൊന്ന് ചുളുക്കുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള പാറ്റേൺ പേപ്പർ ആക്കാനാണ് എൻ്റെ മനസ്സിൽ. ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എടുത്തില്ല. കണ്ടോ, ആ ഒരു സ്കെച്ച് വെച്ചിട്ടുള്ളതാണ് ഞാൻ ചെയ്തത്. അത് പിന്നെ ഈസി അല്ലേ, നമ്മൾ അത്രയ്ക്ക് എടുത്തില്ല. ഇതും എടുത്തിട്ടില്ല. ഇതും കണ്ടാൽ തന്നെ മനസ്സിലാവും വാട്ടർ കളർ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ സ്റ്റിക്കേഴ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സ്റ്റിക്കേഴ്സിനായിട്ട് ആദ്യം തന്നെ ഒരു പേപ്പറിൽ ഇങ്ങനെ ടാപ്പ് ഒട്ടിക്കുന്നുണ്ട്. ഡോട്ട് സ്റ്റിക്കേഴ്സും പിന്നെ സാധാ കുറച്ച് സ്റ്റിക്കേഴ്സും ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പർപ്പിൾ കളർ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഡോട്ട്സ് വരച്ചു കൊടുക്കാം. അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെയും കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ വരച്ച് കളർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളമാക്കിയിട്ട് ഒട്ടിക്കില്ലേ, ആ ഒരു സ്റ്റിക്കേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വേറെ വരച്ചിരുന്ന സ്റ്റിക്കേഴ്സ് പർപ്പിൾ തീമിൽ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ബാക്കിൽ പശയാക്കിയിട്ട് ആ പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് പറിച്ചെടുക്കുമ്പോൾ ശരിക്കും സ്റ്റിക്കർ പറിച്ചെടുക്കുന്ന ആ ഒരു ഫീല് കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് ബാക്കിൽ കുറച്ച് വെള്ളമാക്കിയിട്ടാണ് ഒട്ടിച്ചാൽ മതി. ഇതാണ് നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പോസ്റ്റ് കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല. 2 എണ്ണം അതുപോലത്തെ 2 എണ്ണം ഇതുപോലത്തെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ വാട്ടർ കളർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഒരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് സ്റ്റാമ്പ്സ് ആണ്. ഇതൊക്കെ വാട്ടർ കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് മാത്രമാണ് ഞാൻ കോഡ്സ് എഴുതിയത്. ഒരു സ്റ്റാമ്പിൽ മാത്രമാണ് കോഡ്സ് എഴുതിയത്. എനിക്ക് സ്റ്റാമ്പ്സ് ഫുൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ 2 കളറിലുള്ള വാഷി ടേപ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ സപ്ലൈസ് എന്ന് പറയുന്നത്. ഞാൻ സ്റ്റാമ്പ്സിൻ്റെ എങ്ങനെ കളർ കൊടുത്തെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അതുപോലെ പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഗ്രിഡ് ലൈൻസും ആൻഡ് ആ മറ്റേ മുള്ളു പോലത്തെ ഒരു വയറ്റുണ്ടല്ലേ, അതൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്തത്. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് സ്റ്റാമ്പ്സ് പറയുമ്പോൾ ഞാൻ കത്രികയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു റാറാ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അല്ലാതെ എൻ്റെ അടുത്ത് ആ ഒരു കത്രികയില്ല, സ്റ്റാമ്പ്സിൻ്റെ ആയിട്ടുള്ളൊരു കത്രികയില്ലേ, അതൊന്നും എൻ്റെ അടുത്തില്ല. ഞാൻ കൈയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്.
വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ കുറച്ച് പോസ്റ്റേഴ്സും കുറച്ച് സ്റ്റാമ്പ്സും ആൻഡ് സ്റ്റിക്കേഴ്സ് വാഷി ടേപ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.